ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ബോബി തോമസ്. ഇന്ന് ദൈവവചനവുമായിട്ട് പ്രിയ പ്രേക്ഷകരുടെ മുമ്പിൽ നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചില ദിവസങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു പ്രേരണ തന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സന്ദേശവുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ആയിരിക്കെ യഹൂദന്മാരുടെ സെൻഹെദ്രീം സംഘത്തിലെ പ്രമുഖനായിരുന്ന ഒരു പ്രമാണി എന്ന് നാം വായിക്കുന്നു മലയാളത്തിൽ. ഇംഗ്ലീഷിൽ റൂളർ അമംഗ് ദം, അവരുടെ കാര്യങ്ങളുടെ നടത്തിപ്പുകാരൻ. ഭരണം റോമൻ ഭരണത്തിലായിരുന്നു, രാജാവെന്നുള്ള രീതിയിലല്ല, എന്നാൽ അവരുടെ കാര്യങ്ങളിൽ നടത്തിപ്പുകൾ തീരുമാനിച്ചിരുന്നതിൽ പ്രമുഖനായിരുന്ന നിക്കോഡീമസ് തന്നെ ഒരു ദിവസം രാത്രി സമീപിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം നമുക്ക് സുപരിചിതമാണ്. ആ സംഭാഷണത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി വായിക്കുകയാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പ്രമുഖനായ ഒരു വ്യക്തി വന്നിട്ട് കർത്താവിനെ രാത്രിയിൽ ആരും അറിയാതെ രഹസ്യത്തിൽ തൻ്റെ ഉള്ളിലെ ഹൃദയത്തിലെ കൺവിക്ഷനിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ബോധ്യത്തിൽ നിന്നും താൻ വന്നുകൊണ്ട് യേശുവിനെ സമീപിച്ചിട്ട് പറയുന്ന വാക്കുകൾ എന്താണ്? റബ്ബി ഓ റബ്ബായ്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം ഞങ്ങളെ ഉപദേശിക്കുവാൻ അയക്കപ്പെട്ടവനായിട്ട് നീ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞാൻ അറിയുന്നു എന്നല്ല, അപ്പം ഞങ്ങൾ എന്ന് പറയുന്നത് ഹീസ് ബേസിക്കലി റെപ്രസെൻറ്റിങ് ദി സെൻഹെദ്രീം. അവരുടെ അനുവാദത്തോടെ ആകെയില്ല, ആയിരുന്നെങ്കിൽ രാത്രി വരില്ല. ഞങ്ങൾക്ക് സെൻഹെദ്രീം സംഘത്തിലെ മഹാപുരോഹിതൻ അധ്യക്ഷനായിരിക്കുന്ന പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും എല്ലാം അടങ്ങുന്ന ഞങ്ങൾക്കറിയാം നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുകയാണെന്ന്. അല്ലെങ്കിൽ നിനക്ക് ഈ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ പരസ്യമായിട്ട് വരുമ്പോൾ നീ ബേൽസെബൂബിനെ കൊണ്ട്, ഭൂതങ്ങളെ കൊണ്ടൊക്കെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനെ ഒറ്റപ്പെടുത്തുവാനും അവനെ ഒടുക്കിക്കളയുവാൻ അവസാനം അവനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുവാൻ ഇടയാക്കിയ ഒരു സംഘമാണ് ഈ സെൻഹെദ്രീം സംഘം. പക്ഷേ അവർക്കറിയാമായിരുന്നു, ഞങ്ങൾ അറിയുന്നു, ദാറ്റ് യു ഹാവ് കം ഫ്രം ദി ഗാഡ്. അവർ കാത്തിരുന്ന മശിഹായാണെന്നുള്ളത് വചനം നന്നായിട്ട് അറിയാവുന്ന ആ യഹൂദ മത സമൂഹത്തിന്, പ്രസ്ഥാനത്തിന് അറിയാമായിരുന്നു. അപ്പം മതം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. മതം ഈസ് ബേസിക്കലി, ഞാൻ പറയുന്ന മതം ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. മതവും സ്പിരിച്വാലിറ്റി, ആത്മീയതയും തമ്മിൽ വളരെ അന്തരമുണ്ട്. ആത്മീയത മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവനോട് കൂടെയിരുന്ന് അവൻ ആത്മാവിൽ പോഷിപ്പിച്ച് അവൻ ആത്മരക്ഷ ഉറപ്പാക്കുമാർ മരണപര്യന്തം ദൈവത്തെങ്കിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് ആത്മീയത. സോ സ്പിരിച്വാലിറ്റി ഇസ് പ്യൂർലി ഗോഡ്ലി, ദിവ്യമാണ്, ദൈവികമാണ്. വേറാസ് റിലീജിയൻ ഈസ് ഷീർ പൊളിറ്റിക്സ്. അത് തീർത്തും മതങ്ങൾ, അനുഭവത്തിൽ നാം ചരിത്രം പഠിച്ചാലും നമ്മുടെ ചുറ്റും നടക്കുന്ന പല അനേക സംഭവങ്ങൾ പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കുന്നത് അത് വെറും പൊളിറ്റിക്സാണ് എന്ന് ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ കർത്താവ്, നിങ്ങൾ കടലും എല്ലാം കടന്ന് നിങ്ങൾ അനേകരെ മതത്തിൽ ചേർക്കും. അന്ന് യഹൂദ മതത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ
നടന്നിരുന്നവരെക്കുറിച്ച് നിശ്ചിതമായ വിമർശനം നടത്തിക്കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞൊരു ഒരു 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 പ്രഖ്യാപനമാണ്, പ്രസ്താവനയാണ്. നിങ്ങൾ കടൽ കടന്ന് നിങ്ങൾ മനുഷ്യരെ മതത്തിൽ ചേർക്കും, അത് കഴിഞ്ഞിട്ട് അവനെ ഏറ്റവും വലിയ നാശത്തിലേക്ക് അവരെ നടത്തുന്നു എന്നാണ്. ഞാൻ വാക്യം പൂർണ്ണമായിട്ട് അതുപോലെ ഉദ്ധരിക്കുന്നില്ല. അപ്പോൾ റിലീജിയൻ ഡസൻ ടേക്ക് യു ടു ഗാഡ്. റിലീജിയൻ ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നില്ല, പക്ഷേ ആത്മീയതയാണ് അവിടെ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. ഇനി ആ സംഭാഷണത്തിലേക്ക് വരാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കർത്താവ് യേശുക്രിസ്തു കോൺവെർസേഷൻ അവിടെ കട്ട് ചെയ്തുകൊണ്ട് ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞു വന്നതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഡയറക്റ്റ് ടു ദ പോയിന്റ് കർത്താവ് വരികയാണ്. കാരണം വചനം അറിയാവുന്നവനാണ് നിക്കോദേമോസ്, പാരമ്പര്യങ്ങൾ അറിയാവുന്നവനാണ് നിക്കോദേമോസ്. പറയാണ്, ആമേൻ ആമേൻ, വെരിലി വെരിലി ഐ സേ. എന്താണ്? ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായിട്ട് വന്നുവെങ്കിൽ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഞാൻ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് എന്നാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, എന്താണ്? നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഈ റിലീജിയൻ നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ദൈവരാജ്യത്തിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും രാത്രിയോ പകലോ ദിവസമോ കാലമോ വർഷങ്ങൾക്കോ ഒക്കെ അതീതമായ, അങ്ങനെ ഒന്നും ഇല്ലാത്ത, ടൈം സ്റ്റോപ്സ് ടു എക്സിസ്റ്റ്, കാലം ഇനി ഇല്ല, സമയങ്ങൾ ഇല്ല എന്ന ഒരു ടൈമിന് പുറത്തുള്ള നിത്യമായ ലോകത്തിൽ എന്താണ്? ദൈവത്തിൻ്റെ രാജ്യത്തിൽ, അതാണ് ദൈവരാജ്യം. ദൈവത്തിന് ദർ ഇസ് നോ ബൗണ്ടറീസ് ഓഫ് ടൈം, കാലത്തിൻ്റെ അതിരുകളില്ല. അവിടേക്ക് നമ്മെ എത്തിക്കണമെങ്കിൽ, അത് കാണുവാൻ പോലും കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നീ പുതുതായി ജനിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നിക്കോദേമോസ് ചോദിക്കുകയാണ്, ആ മനുഷ്യൻ തീർച്ചയായിട്ടും പ്രായമുള്ളവനാണ്, പക്വതയുള്ളവനാണ്. പറയുകയാണെന്ത്? മനുഷ്യവൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു വളരെ നാച്ചുറൽ ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. എന്താണ് യേശു പറഞ്ഞത്? ആമേൻ ആമേൻ. എഗെയിൻ ആഴമായിട്ട് ഗൗരവത്തിൽ പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഉച്ച നീചത്വങ്ങളില്ലാതെ, പണ്ഡിത പാമര ഭേദമില്ലാതെ, ദരിദ്രനെന്നോ ധനാഢ്യനെന്നോ വ്യത്യസ്തതയില്ലാതെ, ബുദ്ധിഹീനനെന്നോ ബുദ്ധിമാനെന്നോ ജ്ഞാനിയെന്നോ ഉള്ള വ്യത്യാസങ്ങളില്ലാതെ, എന്താണ്? പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടക്കാൻ കഴിയുകയില്ല. അതെങ്ങനെ ജനിക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞത് എന്താണ്? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ നാം ജഡത്തിൽ ജനിച്ചു, ഇനി ആത്മാവിനാലുള്ള ഒരു പുതുതായുള്ള ജനനം, ബി ബോൺ എഗെയിൻ എന്നതിൻ്റെ പ്രസക്തി ഇവിടെ യേശുക്രിസ്തു വളരെ ആധികാരികമായി, വളരെ ശക്തമായി ആ നേതാവിനോട് പറയുകയാണ്, മത നേതാവിനോട് പറയുകയാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത് എന്ന് പറയുകയാണ്. ആത്മാവ് താഴേക്ക് വരുമ്പോൾ എന്താണ്? കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. അടുത്തത്, ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. അവന് ആത്മാവിനാൽ ജനിച്ചവൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ലോകമറിയില്ല. പക്ഷേ അവൻ്റെ ദിശ, അവൻ്റെ ലക്ഷ്യം, ജീവിത ഭാഗധേയത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായി തീരും എന്നുള്ളതാണ് താൻ പറഞ്ഞ് അവിടെ ആ ഭാഗത്തേക്ക് വരുന്നത്. താഴേക്ക് തന്നെ കോൺവെർസേഷൻ ഏകദേശം 21 വാക്യം വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ വീണ്ടും ജനിക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് യേശുക്രിസ്തു ആ മനുഷ്യനോട് പറഞ്ഞതിന് ഇന്ന്
നാം എത്രമാത്രം ഗൗരവത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വയം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ സഭകളിൽ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്, എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നുള്ളതിനെക്കുറിച്ച് നാം എത്രമാത്രം ബോധവൽക്കരണം നടത്തുന്നവരാണ് എന്നുള്ളതിനെക്കുറിച്ച് നാം ഒരു ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുകയാണ്. ഇത്ര ഗൗരവമായിട്ട് യേശുക്രിസ്തു പറഞ്ഞ കാര്യം നാം പലരോടും ചോദിക്കും, നീ വീണ്ടും ജനിച്ചതാണോ, ആർ യു ബോൺ അഗെയിൻ എന്നൊക്കെ നാം ചോദിക്കും. പക്ഷേ എന്താണ് ഇതിൻ്റെ ഗുണം, എന്തുകൊണ്ട് വീണ്ടും ജനിക്കണം എന്ന് എത്ര പേര് പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ആത്മശോധന ചെയ്യാം. ഒരു ശ്രദ്ധ, അവിടേക്കൊരു അധികം ശ്രദ്ധിക്കപ്പെടാത്ത മേഖലയിലേക്ക്, ഒരു ഇരുൾ പോലെ പ്രകാശം വീശാത്ത ഒരു മേഖലയിലേക്ക് അല്പം ദൈവവചനമാകുന്ന വെളിച്ചത്തെ വീശുവാൻ ആണ് ഞാൻ കർത്താവിൽ നിന്ന് ശരണപ്പെടുന്നത്. അപ്പോൾ നാം വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം പോകേണ്ടിയിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ആദാമിനെ സൃഷ്ടിച്ച് ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഏദനിൽ ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കി അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്താണ്? എന്നാൽ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണത്തെക്കുറിച്ച് ആദ്യമായിട്ട് ബൈബിളിൽ കാണുന്ന വാക്യം വേദഭാഗം ഇതാണ്. 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എനിവേ, അത് എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചിന്തയുള്ള ബന്ധത്തിൽ ഇതിൽ നിന്ന് മുന്നോട്ട് വരാം. പിന്നെ ഹവ്വായ ദൈവം ആദാമിനെ ഉറക്കം വരുത്തി അവൻ്റെ വസ്തു എന്നൊരു വാരിയെല്ലെടുത്ത് അവനിൽ നിന്നും ഹവ്വായൊക്കെ സൃഷ്ടിച്ചതൊക്കെ നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. പിന്നീട് ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണ്? തോട്ടം സൂക്ഷിക്കുക, തോട്ടത്തിൽ വേല ചെയ്യുക എന്നുള്ള 2 ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാമ്പ് കൗശലമേറിയതായിരുന്നു. എന്നാൽ എന്താണ്, സർപ്പം കടന്നു വന്നിട്ട് ഹവ്വായെ സ്വാധീനിക്കാൻ നോക്കുന്ന വൃത്താന്തങ്ങൾ നമുക്ക് വായിക്കാൻ 3-ാം അധ്യായത്തിൽ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആദാമും ഹവ്വായും ചെയ്ത പാപം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ വരാറുണ്ട്. ഇവിടെ നമുക്ക് വളരെ അവർ അനുസരണക്കേട് കാണിച്ചു. യെസ്, ചിലർ പറയും അവർ ഒരു പഴം നിന്നതിന്, അല്ലെങ്കിൽ ഒരു ആപ്പിളാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല, എന്തുമായിക്കോട്ടെ, ഒരു ഫലം, ആ വൃക്ഷത്തിൻ്റെ ഫലം, ഒരു വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നതിന് എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ ദൈവം ശിക്ഷിച്ചത്? ദൈവം നീതിമാനോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവിടെ നാം നോക്കുന്നത് കേവലം വൃക്ഷഫലം തിന്നത് അതിൻ്റെ അവസാനത്തെ അൾട്ടിമേറ്റ് റിസൾട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ, ചിക്കൻ ബോക്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ വരുന്ന പരുക്കൾ, ദേഹമാസകലം പൊങ്ങും. പക്ഷേ ഈ ദേഹമാസകലം പൊങ്ങുന്നതല്ലല്ലോ ചിക്കൻ ബോക്സ്. അത് അകത്തുള്ള അസുഖത്തിൻ്റെ ബാഹ്യമായ പ്രകടനം, ലക്ഷണം മാത്രമാണ്. അതതിൻ്റെ ബാഹ്യരൂപം മാത്രമാണ്. ശരിയായ അസുഖം ശരീരത്തിനകത്തിരിക്കുകയാണ്. അത് 14 ദിവസം മുമ്പേ 2 ആഴ്ച മുമ്പേ പകർന്ന് 14-ാം ദിവസമൊക്കെയാണ് സാധാരണ ഇത് പരുക്കൾ പൊങ്ങുന്നത് എന്നാണ് ഈ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ വോട്ടെവർ രോഗാണു കയറിയിട്ട് ഇത് ശരീരത്തിനെ ബാധിച്ച് ശരീരത്തിനെ മൊത്തം കൈയടക്കി കഴിയുമ്പോഴാണ് ഇത് പതുക്കെ വെളിയിലേക്ക് പൊങ്ങാൻ തുടങ്ങുന്നത്. പിന്നെ ഏതാനും ദിവസത്തിനുള്ളിൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ എന്നതുപോലെയാണ് അകത്ത് വന്ന ചില മാറ്റങ്ങൾ, ആത്മീയമായ ചില ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾക്ക് വന്ന ചില മാറ്റങ്ങളുടെ ബഹിർഗമനം, ബാഹ്യരൂപം മാത്രമായിരുന്നു അവസാനം ഈ പഴം പറിച്ച് തിന്ന പ്രവൃത്തി. അത് അല്പം ഒന്ന് നമുക്ക് ചിന്തിക്കാം പെട്ടെന്ന്. പാമ്പുമായിട്ടുള്ള സംസാരം, ഒന്നാമത്തെ ഇവരുടെ ജീവിതത്തിൽ വന്ന തെറ്റ്, തോട്ടം ഇവർ കാത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ ശത്രുവായ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ കയറി വന്നത്. ഒരു അപരിചിതൻ, അവിടെ സകല മൃഗങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അപരിചിതമായ അസാധാരണമായ ഒരു അനുഭവത്തെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി
ഹൗവ അറ്റ്ലീസ്റ്റ് നിൻ്റെ ഭർത്താവിനെങ്കിലും വിളിച്ച് അലർട്ട് ചെയ്യേണ്ടത്, ഒരു മിനിറ്റ് അച്ചായനെ വിളിക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ എൻ്റെ ഭർത്താവിനെ, എൻ്റെ കാരണവരെ, എൻ്റെ കുടുംബനാഥനെ വിളിക്കട്ടെ എന്ന് പറയുന്നതിന് മുമ്പേ ഷീ സ്റ്റാർട്ടഡ് ചാറ്റിങ്. അവനുമായിട്ട് സമ്പർക്കം ചെയ്യാൻ, സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ പറയുന്നത് ഗെറ്റ് ഔട്ട് ഓഫ് ദി പ്ലേസ്, നിനക്കിവിടെ എന്താ കാര്യം, വെളിയിൽ പോകുക എന്ന് പറഞ്ഞ് അവനെ ഉച്ചാടനം ചെയ്യേണ്ടതായിരുന്നു, വെളിയിലേക്ക് പറഞ്ഞേക്കേണ്ടതായിരുന്നു. അപ്പോൾ വീഴ്ചയിലൊന്ന് കാക്കുക എന്നുള്ളതിന്, തോട്ടം കാക്കുക എന്നുള്ളതിന്, സെക്യൂരിറ്റി സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ അവൾ കൃത്യവിലോപം വന്നു. രണ്ടാമത് അവനുമായിട്ട് സംസാരിക്കുവാൻ തക്കവണ്ണം അവൾ തുടരുകയാണ്. അപ്പോൾ അവന് ഗ്രിപ്പ് കിട്ടി. അവൻ ചോദിക്കുന്ന ചോദ്യം, പിശാചിൻ്റെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. നാടൻ ഭാഷയിലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ആ സ്വഭാവം. എന്താണ് ചോദിക്കുന്നത്? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്നത് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താണ് സ്ത്രീ പറയുന്നത്? സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തൊടുകയരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവവചനത്തോട് മായം ചേർക്കുക, സ്വന്തം അല്പം മസാല ചേർക്കുകയാണ്. അതിനൊന്ന് പൊലിപ്പിക്കാനായിട്ട് ദൈവവചനത്തെ അതേ രീതിയിൽ നാം കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദൈവവചനത്തിൽ കൂട്ടുചേർത്ത് കഴിഞ്ഞപ്പോൾ പിശാചിന് അല്പം കൂടി ഗ്രിപ്പ് കിട്ടി. അപ്പോൾ ഓക്കെ, സംഭവം ഇരയിട്ടതിന് മേൽ മീൻ കൊത്തുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഐ എം ഗെറ്റിംഗ് മൈ ഗ്രിപ്പ് ഓൺ ദിസ് വുമൺ, തൊടുകയും വരുത് എന്ന് പറയും. അപ്പോൾ ഉടനെ പാമ്പ് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഉടനെ അതിനുള്ള ഗ്യാരണ്ടി. അപ്പോൾ ഇവളുടെ പ്രശ്നം ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ തിന്നുന്ന ആൾ മരിക്കും എന്നുള്ളതല്ല. അതിനേക്കാളുപരി ദൈവം വിലക്കിയിരിക്കുന്നു. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ് അത് കഴിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് ദിവസവും സല്ലപിക്കാനായിട്ട് സായാഹ്നങ്ങളിൽ ഞങ്ങളുടെ അടുക്കൽ വരുന്ന ഞങ്ങളുടെ സൃഷ്ടാവും നാഥനുമായ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് പറഞ്ഞ കൽപ്പനയാണ്. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കില്ല എന്നുള്ള ആ ബോധ്യത്തെക്കാൾ, ഹൃദയത്തിലെ കൺവിക്ഷനേക്കാൾ, അത് മരിക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിച്ചേനെ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് വിൽ, ദൈവത്തിൻ്റെ തിരഹിതത്തിന് വിരുദ്ധമായിട്ടൊരു നടപടി ഞാൻ എടുക്കയില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് എ സ്റ്റെപ്പ് അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ഗാഡ് എന്ന് ഒരു നിലപാടെടുക്കുന്നതിനേക്കാൾ ഉപരി അത് മരിക്കുമെന്നുള്ളത് കൊണ്ട് കഴിക്കില്ല. അത് പറഞ്ഞത് തെറ്റാണെന്നല്ല അവൾ, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു വശം ഞാൻ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവളുടെ പ്രശ്നം ഞാൻ മരിക്കുമെന്നുള്ളതാണ്. ഉടനെ അവൻ അതിന് മറുപടി പറയുന്നത് എന്താണ്? പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പനകളെ കാക്കുന്നത് അതിൻ്റെ ശിക്ഷയെ പേടിച്ചിട്ടല്ല വേണ്ടത്, അതിലുപരി ദൈവത്തോടുള്ള അദമ്യമായ സൃഷ്ടാവിനോടുള്ള സ്നേഹത്തിൽ നിന്നും പുറത്തു വരുന്ന പ്രകടനമായിരിക്കണം കൽപ്പനകളെ നാം സ്നേഹിക്കുക എന്നുള്ളത്. ഇവിടെ റിസൾട്ടിനെ, ശിക്ഷയെ പേടിച്ചിട്ട് മാത്രം കൽപ്പന അനുസരിക്കുന്ന ഒരു സ്വഭാവമാണ് ഹൗവ പറഞ്ഞത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് കർത്താവ് പറഞ്ഞു. അതിനകത്ത് പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ദൈവസ്നേഹത്തിൽ നിന്നും ഉളവായി വരുന്ന അനുസരണമല്ല, പ്രത്യുത ശിക്ഷ കിട്ടും, ഞാൻ മരിച്ചു പോകും എന്നുള്ള പേടിയിൽ നിന്നുമാണ് ഇവൾ പറയുന്നത്. അതിനുടനെ അവൻ വരുന്ന മറുപടി, അവന് പിന്നെയും ഗ്രിപ്പ് കിട്ടുകയാണ്. ഇവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതായിട്ട് ഇവൾക്ക് തോന്നിയിട്ട് അതുകൊണ്ട് അങ്ങ് ഇതനുസരിച്ച് പാലിച്ചു പോവുകയാണ് ഞങ്ങളിപ്പോൾ. അതിന് മറുപടി തരികയാണ് ഇവൻ, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ പറഞ്ഞത് പിന്നീട് നമുക്കറിയാം, അവൾ ഉടനെ മരിച്ചോ, പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവളിൽ അതിന് ഗ്യാരണ്ടി കൊടുക്കുകയാണ്.
പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കണം, ഒരു ഇപ്പോൾ ഇവിടെ ഒരു ചെടി, ഒരു ഇല, ഈ അടുത്തിരിക്കുന്ന ചെടിയിൽ നിന്നും ഒരു ഇല മുറിച്ച് ഞാനിവിടെ ഈ ടേബിളിൽ ഇട്ടാൽ ഇന്ന് നാളെയും ഒരുപക്ഷെ മറ്റന്നാളും അതേ പച്ച നിറം അതിനുണ്ടാകും. പക്ഷേ ഇന്നത്തെ അത്ര ഫ്രഷ് ആയിരിക്കില്ല നാളെ, അതായിരിക്കില്ല മറ്റന്നാൾ. ഇവഞ്ച്വലി കാലാന്തരെ അത് ഉണങ്ങി വരണ്ട് അത് പൊടിഞ്ഞ് ഉതിർന്ന് വിതർ ഓഫ് ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടാൽ ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് അതിൽ ഉള്ളിലുള്ള ആ ജലാംശത്തെ പരമാവധി ആ ഇലകൾ വലിച്ചെടുക്കുന്നത് വരെ അതങ്ങനെ നിന്നിരിക്കാം. പക്ഷേ അല്പം കൂടി കാലതാമസം കഴിയുമ്പോൾ അത് ഇലകൾ പൊഴിഞ്ഞ് അത് ഉണങ്ങി വരണ്ട് ദ്രവിച്ച് അതിനെ കീടങ്ങൾ കീഴടക്കുന്ന അനുഭവത്തിലേക്ക് വരും. ഇവഞ്ച്വൽ ഡെത്ത് എന്തായാലും അതിന് സംഭവിക്കും എന്ന് നമുക്കറിയാം. അത് മരിച്ചു കഴിഞ്ഞു. ജീവന്റെ ഉറവയായ തായ്തടിയിൽ നിന്നുള്ള ബന്ധമറ്റപ്പോൾ തന്നെ മരണം സംഭവിച്ചു. അത് നേരത്തെ ചിക്കൻ ബോക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് കാലമെടുത്ത് അത് വെളിയിൽ അറിവായി വരൂ എന്ന് മാത്രം. ഇവിടെയാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് എന്താണ്? മരണത്തെയും 20-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് 20-ന്റെ 14 വാക്യമാണ്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്ന് പറയുന്നു. യൂദായുടെ ലേഖനത്തിൽ 2 ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങളോട് അനാത്മീയരെ ഉപമിക്കുന്നത് ഉപമിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് അനാത്മീയരായവരെ കുറിച്ച് അവർ വിവരണങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം അവരെങ്ങനെയാണ്? അവർ വേരറ്റും 2 ചത്തവർ. 2 ചത്തവർ എന്ന് പറഞ്ഞാൽ ആത്മനാശം ആദ്യം സംഭവിച്ചു, പിന്നീട് ശരീരത്തിൻ്റെ നാശവും ഇവഞ്ച്വലി സംഭവിക്കുകയാണ്. ഇതിൻ്റെ കൾമിനേഷൻ, ആത്യന്തികമായ അനുഭവമാണ് നാം ഇവിടെ വായിക്കുന്നത്. എന്ത്? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പോൾ നിത്യമായ ജീവന്റെ ഉറവയായ ദൈവവുമായ ബന്ധത്തിൽ നിന്നുള്ള വിച്ഛേദനം, അറ്റുപോകൽ, അടർന്നു മാറൽ, അതാണ് സത്യത്തിൽ നിത്യമായ മരണമാകുന്ന ഈ തീപ്പൊയ്കയിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇനി ഒരിക്കലും മടങ്ങി വന്ന് തിരിച്ചു ചേരാൻ കഴിയാതെ വണ്ണം ഉള്ള ആ വിച്ഛേദനം സംഭവിക്കുന്നത് നിത്യനരകാഗ്നിയിൽ, നിത്യമായി തീപ്പൊയ്കയിലേക്ക്. നരകം എന്ന് പറയുന്നത് സത്യം നിത്യമല്ല, നമ്മളത് വേറൊരു വിഷയമാണ്. നരകം മരണാനന്തരം അന്തിമന്യായവിധി വരെ നാം കാക്കപ്പെടുന്ന ആ യാതനാ സ്ഥലത്തിൻ്റെ മറ്റൊരു പേരാണ് നരകം. പക്ഷേ നിത്യമായത് അഗ്നിയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയാണ് നിത്യമരണം എന്നുള്ളതാണ് വചനാടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേക്കുറിച്ച് ഞാൻ വെളിപ്പാട് പുസ്തകം ഒരു സമഗ്ര പഠനം എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 20-ാം അധ്യായം പരിശോധിക്കുമ്പോൾ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ വാങ്ങി വായിക്കുക. ഞാൻ പുസ്തകം വിറ്റ് ചിലവാക്കാൻ വേണ്ടി പറയുന്നല്ല, സന്ദർഭവശാൽ പറഞ്ഞത് മാത്രം. എനിവേ, മടങ്ങി വരാം. അപ്പോൾ ഈ നിങ്ങൾ മരിക്കയില്ല എന്നാൽ ലോകത്തിന് മുമ്പിൽ നിങ്ങൾ മരിച്ചതായിട്ട് അറിയില്ല. നിങ്ങളിപ്പോഴും തായ്തടിയിൽ നിന്ന് മാറിയാണ് കിടക്കുന്നതെങ്കിലും, അറ്റുമാറി അകന്നു മാറി കിടക്കുന്നെങ്കിലും അവിടെ അപ്പോഴും പച്ച നിറം കാണാം. തടി വെട്ടി ആ കൊമ്പ് പിന്നെ വെട്ടിയാലും അല്പം അതിനൊരു ഉള്ളിലും ഒരു പച്ചപ്പൊക്കെ കാണാം. ബട്ട് കാലങ്ങൾക്ക് അധികം കാലം താമസമില്ലാതെ പൂർണ്ണമായി നാശത്തിലേക്ക് അത് പോകും എന്നുള്ളത് ഒരു വസ്തുതയാണെന്നുള്ളത് നമുക്കറിയാവുന്നൊരു ലോക സത്യമാണ്. ഇതാണ് ഇവിടുത്തെ സത്യം. അപ്പോൾ നിങ്ങൾ മരിക്കയില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം. അതുവരെ മരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തവളാണ് ഹവ്വ. അവൾ പറയുന്നു, അവളത് മനസ്സിലാക്കി. മരിക്കയില്ലെങ്കിൽ പിന്നെ ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ തയ്യാർ. ഇനി അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പാമ്പിൻ്റെ സംസാരത്തിൽ എന്താണ് അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. അപ്പോൾ ദൈവത്തെ പോലെ ആകും എന്നുള്ളത് ദൈവം അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇത് തിന്നരുത്.
എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന് ഒരു ചെറിയ അസൂയയാണ്, എൻ്റെ സമരരായിട്ട് ആരും പാടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് തിന്നരുത്. അപ്പോൾ ദൈവത്തിനോട് സമരമായിട്ട് ആരും വരാതെ വണ്ണം ഒരു സ്വാർത്ഥനായ ഒരു ദൈവമായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ സ്വാർത്ഥതയിൽ നിന്നാണ് ഇത് തിന്നരുതെന്ന് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ കണ്ണ് തുറക്കും. നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയുള്ള ഭയങ്കര ദർശനമുള്ളവരായി നിങ്ങൾ തീരും എന്ന് അറിയുന്നു. അതുകൊണ്ടാണ് ദൈവം കഴിക്കരുത് എന്ന് പറയുക. ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം ഒരു വാക്യം പ്രസക്തമാണ്. ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് എഴുതിയിരിക്കുന്നത് എന്താണ്? 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. സ്വന്തം മോഹത്താൽ വശീകരിച്ചിട്ട്, അപ്പോൾ ഇവളിൽ ഇത് തിന്നാൽ ഞാൻ മരിക്കും, അതുകൊണ്ട് ഞാൻ തിന്നുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പന ആയതിനേക്കാൾ ഉപരിയായി എന്താണ്, അവൾക്ക് തിന്നാൻ ഉള്ളിൽ മോഹമുണ്ട്, പക്ഷെ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ട്, ശിക്ഷ പേടിച്ചിട്ട് നീതിയായിട്ട് ജീവിക്കുന്ന ഒരനുഭവം. ദൈവത്തിലുള്ള അദമ്യമായ സ്നേഹത്തേക്കാൾ ഉപരി സൃഷ്ടാവാം പിതാവിനോടുള്ള ആ ആഴമായ തങ്ങളുടെ സമർപ്പണവും സ്നേഹത്തെക്കാൾ ഉപരി എന്താണ്, അവനിൽ വസിക്കുന്ന അനുഭവത്തെക്കാൾ ഉപരി അവനിൽ നിന്നും ശിക്ഷ കിട്ടും, മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ട് മാത്രം ഈ മോഹത്തെ അടക്കി ജീവിക്കുന്ന ഒരനുഭവം. ഇവിടെ പറയുന്നത് എന്താണ്? ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഈ മോഹം അങ്ങ് തിങ്ങിയാണ് പിന്നെ പാപത്തിലേക്ക് മനുഷ്യൻ വീഴുന്നത്. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത് എന്ന് താൻ താക്കീത് പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഹവ്വയുടെ ജീവിതത്തിലെ പാമ്പ് ഉപയോഗിച്ച ടെക്നിക്ക്. എന്താണ് അവൻ്റെ ടാക്റ്റിക്? എന്തായിരുന്നു? മോഹമുണ്ടാക്കുക, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ അടുത്ത വാക്യം അതിന് അടിവരയിടുകയാണ്. എന്താണ്? ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്. അത് എന്താണ്? കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ജഡത്തിൻ്റെ മോഹം, തിന്മാൻ നല്ലത്. രണ്ടാമത്തെ എന്താണ്? അത് തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗി, കൺമോഹം. ഇറ്റ് ഈസ് നൈസ് ടു സീ. കാൺമാൻ നല്ലത്, കൺമോഹം. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയുള്ള ജ്ഞാനം. നന്മതിന്മകളെ അറിഞ്ഞ് നമുക്ക് ദൈവത്തെ പോലെ ആകാൻ കഴിയും ഇതങ്ങ് തിന്നു കഴിഞ്ഞാൽ. അപ്പോൾ ദൈവത്തെ പോലെ, ദൈവത്തിന് സമനാകുക. അതാണല്ലോ പിശാച്. ദൈവത്തിന് നിങ്ങൾ എന്താണ്? ദൈവത്തെ പോലെ നിങ്ങളാകും, ദൈവത്തിന് സമനാകും. അപ്പോൾ ദൈവത്തിൻ്റെതാണ് കൺമോഹം, കാണുവാൻ ഭംഗിയുള്ളത്, ജഡമോഹം, തിന്മാൻ നല്ലത്. പിന്നെന്താണ്? അത് ജീവനത്തിൻ്റെ പ്രതാപം, ജീവിതത്തിൻ്റെ സ്റ്റേറ്റസ് മാറണം, ദൈവത്തിന് സമനായി തീരുക എന്നുള്ള അതിയായ മോഹം അവളിലുണ്ടാകുകയാണ്. ഈ മോഹം അങ്ങ് എന്താണ് ഗർഭം ധരിച്ചിട്ട് എന്താണ് ഉണ്ടായത്? അവളത് ചെയ്തു. അവൾ എന്ന് കണ്ട് ഫലം പറിച്ച് തിന്നു. അവൾ തന്നെ പറിച്ച് തിന്നുക. പിശാചിങ്ങനെ മോഹിപ്പിക്കുക എന്നുള്ളത് മാത്രം പറിച്ച് കൈ കൊടുത്തൊന്നുമില്ല. ചില ചിത്രങ്ങളിലൊക്കെ പാമ്പ് ഇങ്ങനെ കയ്യിലിങ്ങനെ കൊടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. ഭാവനകളാണ് ഓരോരുത്തരുടെ. ഇവിടെ മോഹം, ഹി ഇൻസ്റ്റിഗേറ്റഡ്. ഇതാണ് പിശാച്. നമ്മൾ മോഹം ജനിപ്പിച്ച് നമ്മളെ അങ്ങ് വല്ലാതെ വശംവദരാക്കും. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അവൻ മാറി നിൽക്കും. അതാണ് ഇവിടെ. അവൾ പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. എന്നാൽ അവനെങ്കിലും പറയേണ്ടത് നീ ഇത് ചെയ്തത് എന്തിനാണ് ഹവ്വേ? അപ്പോൾ അവൻ ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ അവൻ്റെ ഭാര്യയായ ഹവ്വയോട് അവൻ ഹവ്വയുടെ ആ വീഴ്ചയിൽ അവനും കൂടെ വീഴുകയാണ്. അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ പിശാച് എങ്ങനെ ഉണ്ടായെന്നുള്ളത് നമുക്ക് അറിയാവുന്നവരാണ് അനേകർ. നമുക്കതിനെക്കുറിച്ച് അവൻ ചെയ്ത തെറ്റെന്താണ്? അവനെക്കുറിച്ച് പറയുന്നത് എസെക്കിയേൽ 27, 28, 29 ഭാഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട്.
എന്നാൽ അങ്ങോട്ട് ഞാൻ പോകുന്നു. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്നത് സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. ആ സിംഹാസനത്തിന് കീഴിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, ക്രിസ്റ്റലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന് മുകളിലാണ് പിതാവ് സിംഹാസനസ്ഥനായിരിക്കുന്നു. തൻ്റെ അരികിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു പുത്രനാം കർത്താവ്. അത് ഒരു വശത്ത് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുക 7 ആത്മാക്കളാകുന്ന പരിശുദ്ധാത്മ, 7 ഭാവങ്ങളാകുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം, ത്രിയേകനായ ദൈവം ഉപവിഷ്ടരായി വിളങ്ങുന്ന ആ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. അതിന് താഴെ 4 ജീവികൾ, കഴുകിൻ്റെ മുഖമുള്ളത്, മനുഷ്യമുഖമുള്ളത്, സിംഹമുഖമുള്ളത്, കാളയുടെ മുഖമുള്ള 4 ജീവികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവരെക്കുറിച്ച് നാം പഠിക്കുന്നത് ദേ ആർ ദി ബെയറേഴ്സ് ഓഫ് ദി ത്രോൺ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വാഹകരാണ് ഈ 4 ജീവികളെന്ന് മനസ്സിലാക്കുന്നു. ഇതിന് തന്നെ അല്പം വ്യത്യസ്തമായിട്ട് ചക്രങ്ങളെല്ലാം ഉള്ള, ചിറകുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, മുഖങ്ങളുടെ വ്യത്യാസങ്ങളുള്ള, അതാണ് നമ്മൾ എസെക്കിയേലിൻ്റെ 1, 2, 3 അധ്യായങ്ങളിലൊക്കെ കാണുന്നത്. അത് ദൈവത്തിൻ്റെ രഥങ്ങൾ, ചക്രങ്ങൾ ഉള്ളവർ. ദൈവം സ്ഥിരമായി സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ 4 ജീവികൾ വെളിപ്പാടിൽ കാണുന്നു. അതേസമയം ദൈവം ട്രാവൽ ചെയ്യുമ്പോൾ, ദൈവം എഴുന്നള്ളുമ്പോൾ ഈ പ്ലാറ്റ്ഫോം പൊങ്ങി ഈ 4 ജീവികൾ, ചക്രങ്ങളുള്ള ജീവികൾ, എസെക്കിയേൽ കാണുന്ന ജീവികളുടെ മുകളിൽ വന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആ എഴുന്നള്ളത്ത് ആരംഭിക്കുകയാണ്. അത് മറ്റൊരു വിഷയം. ഇതും ഞാൻ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ പറയുന്നത് എസെക്കിയേൽ, നീ അഗ്നിമയ രഥങ്ങൾക്ക് മധ്യേ വസിച്ചിരുന്നു. മറയ്ക്കുന്ന കെരൂബേ, നീ അഗ്നിമയ രഥങ്ങൾക്ക് മധ്യേ വസിച്ച്. ഈ 4 ജീവികളുടെ മുമ്പിൽ ഇവർ പാളി കത്തുന്ന തീ പോലെയുള്ള ആ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ഇടിയും നാദവും മിന്നലും ഇങ്ങനെ സദാ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വെളിപ്പാട് 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേസ്, ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനോ അതിൽ അപ്പുറമായ റേഡിയേഷനുകളോ എല്ലാം സൂര്യനിൽ നിന്നൊക്കെ പുറപ്പെടുന്നതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വെളിച്ചത്തെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന സർവശക്തൻ തേജോരൂപിയായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇവൻ നിന്നിരുന്നത്. ഇവന് ദൈവം ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിരുന്നു. ഇവൻ്റെ തീർപ്പിനെ കുറിച്ച് പറയുന്നത് നവരത്നങ്ങളാൽ ആണ് ഇവനുണ്ടാക്കപ്പെട്ടത്. എന്നിട്ട് സ്വർണം കൊണ്ട്, പൊന്നുകൊണ്ടുള്ള കൂടിൽ അവൻ രത്നങ്ങളാൽ സ്റ്റഡഡായിട്ട്, രത്നഖചിതനായി അവൻ നിന്നിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവൻ അനങ്ങുമ്പോൾ ഇവനിൽ നിന്നും ടിംബ്രൽസ് ആൻഡ് പൈപ്സ്, കുഴലുകളും തപ്പുകളും എല്ലാം അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. പ്രത്യേകം എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീച്ചറായിരുന്നു, ഒരു സൃഷ്ടിയായിരുന്നു. അവൻ അനങ്ങുമ്പോൾ സംഗീതം അവനിൽ നിന്നും ബഹിർഗമിച്ചിരുന്നു. ഈ രത്നങ്ങളെക്കുറിച്ചും വജ്രങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അത് കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ ഫോമാണ്. കാർബണിന് 2 ഫോം, അലോട്രോപ്പിക് ഫോം, അമോർഫസ് ഫോം ആൻഡ് ക്രിസ്റ്റലൈൻ ഫോം. ഇങ്ങനെ 2 അലോട്രോപ്സാണ് കാർബണിനുള്ളത്. 2 ഭാവങ്ങൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. അതിന് കരിക്കട്ടയാണ് അതിൻ്റെ അമോർഫസ് ഫോം, ആ മോളിക്യൂളർ സ്ട്രക്ചറിനെയാണ്. അതേസമയം അതേ കാർബണിൻ്റെ മോളിക്യൂൾസ് ക്രിസ്റ്റലൈൻ ഫോർമേഷനിൽ വന്നു കഴിയുമ്പോഴാണ് അത് ഡയമണ്ടായിട്ട് മാറുന്നത്. 2 കെമിക്കലി ഒരേ സ്വഭാവമുള്ളതാണ്. ഈ ഡയമണ്ട് ഖനിച്ച് കിട്ടുമ്പോൾ അതിന് ഷേപ്പുകളിൽ, അതിന് എത്ര ചെത്തുകൾ ഉണ്ടോ, ചെത്തി അതിന് മുഖങ്ങൾ വന്നു കഴിയുമ്പോഴാണ് അതിന് തേജസ്, അതിന് പ്രഭ വരുന്നത്. എന്നാലും സ്വയമേ ശോഭിക്കുവാനുള്ള എനർജി അതിനകത്തില്ല. അതിലേക്ക് ഒരു പ്രകാശരശ്മി കടന്നു വന്നാൽ അതിനെത്ര മുഖങ്ങളുണ്ടോ, എത്ര ചെത്തുകളുണ്ടോ, എത്ര ഫേസസ് ഉണ്ടോ, അതിൽ കൂടെ അത് റിഫ്രാക്ട് ചെയ്ത് വെളിയിൽ വരും. അത് ശോഭയുള്ളതായി കാണുന്നതിന് കാരണം അതാണെന്നൊക്കെ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രത്നഖചിതനായ ഒരുവൻ തേജോമയനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സിംഹാസനത്തിന് കീഴിൽ നിൽക്കുമ്പോൾ അവനെ സൃഷ്ടിച്ചത് കുഞ്ഞു വാവയായിട്ട് ജനിച്ചിട്ട് പിന്നെ വളരുകയായിരുന്നില്ല. അവൻ സൃഷ്ടിക്കപ്പെട്ട നാൾ തുടങ്ങി, അവൻ എലൈവ് ആയപ്പോൾ തുടങ്ങി. എന്നായിരുന്നു അത്? അന്ന് തുടങ്ങി അവൻ കാണുന്നത് മുഴുവൻ ഞാനിങ്ങനെ നടക്കുന്ന പ്രഭാപൂരിതനായ ഒരുത്തനാണ്. പക്ഷെ ഇവൻ്റെ ഈ പ്രഭയുടെ ഒരു രശ്മി പോലും ഇവനിൽ നിന്നും പുറത്തു വരുന്നതല്ല. ദൈവത്തിൽ നിന്ന് ഇവനിൽ വീഴുന്നതിനെ ഇവൻ അതിനെ റിഫ്രാക്റ്റ് ചെയ്ത് വെളിയിലേക്ക് വിടുന്നു എന്നത് മാത്രം. ഈ തിരിച്ചറിവില്ലാതെ ഇവൻ നോക്കിയപ്പോൾ ഞാനും ദൈവം തമ്മിൽ എന്താ തേജസ് കൊണ്ട് വ്യത്യാസം, എനിക്ക് തേജസ്സിൽ എന്താ മോശം, എന്നെ കണ്ട കിണ്ണം കിട്ടില്ലേ എന്നൊക്കെ പഴയ കാലത്ത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ. എനിക്കെന്തുകൊണ്ട് എന്തിൻ്റെ കുറവാണുള്ളത്? അത് തന്നെയല്ല,
മറ്റുള്ളവർ എൻ്റെ കൽപ്പനകൾ എല്ലാം അനുസരിക്കുന്നു. ഈ അധികാരം എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളത് അറിയില്ല. ഒരു SI നാട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും നടന്നാൽ അധികാരമെന്ന് പറഞ്ഞാൽ SIയുടെ സ്വന്തമായ അധികാരമല്ലല്ലോ അത്. SIക്ക് കേരള സർക്കാരോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒക്കെ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന അധികാരമായ അധികാരത്തിൻ്റെ സ്രോതസ്സായ സർക്കാർ നൽകിയിരിക്കുന്ന അധികാരമല്ലാതെ SIക്കോ അല്ല മറ്റൊരു ഉദ്യോഗസ്ഥർക്കോ അധികാരമില്ലല്ലോ സ്വയമേ. ഇതുപോലെയാണ്. അപ്പോൾ ഇവൻ അഹങ്കരിച്ചു, എനിക്ക് എന്തിൻ്റെ കുറവാണ്, ഞാൻ ആരാ എന്നിവനങ്ങ് തോന്നിയിട്ട് ഇവൻ വായിക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ യെശയ്യാപ്രവചനത്തിൻ്റെ 14-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 13-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്ന് 14-ാം വാക്യത്തിൽ വായിക്കുകയാണ്. അപ്പോൾ ഇവനെക്കുറിച്ച് പറയും, നീ പാതാളത്തിലേക്ക് നീ പോകും എന്ന് പറഞ്ഞ് താഴേക്ക് ശാപം വരുന്നുണ്ട്. അവനെക്കുറിച്ചുള്ള നിർണയം, ദൈവത്തിൻ്റെ കൽപ്പന വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ മോഹപരവശനായി അവൻ ദൈവത്തിന് സമനാകുവാൻ വ്യാമോഹിച്ചു, അവൻ്റെ സന്നാഹത്തിനെ അവൻ സംഘടിപ്പിച്ചു. അതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടവനായി അവൻ നിത്യമായ അഗ്നിയിലേക്ക് വീഴാൻ പോവുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ വായിക്കും, പിശാചനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ് നിത്യാഗ്നി. അല്ലാതെ മനുഷ്യരെ അതിൻ്റെ അകത്ത് തള്ളിവിടുവാൻ ദൈവത്തിന് ആര് നഷ്ടപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ താൻ വീഴാൻ പോകുന്ന ഈ നിത്യാഗ്നിയാകുന്ന നിത്യമരണത്തിലേക്ക് ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ, ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും തിരുമുമ്പിൽ കണ്ണിന് മുമ്പിൽ പ്രമോദമായി സൃഷ്ടിച്ച് സായാഹ്നങ്ങളിൽ കൂടെ നടന്ന് സല്ലപിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സൃഷ്ടിയാകുന്ന മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് തന്നോടൊപ്പം അവരെയും നിത്യ അഗ്നിയിലേക്ക്, ആ നിത്യമരണത്തിലേക്ക്, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം നാം വായിച്ചു, അതിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ അവൻ താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് അവർക്ക് വീഴ്ച വന്നത്. ഈ കുടുക്കിൽ, ഈ ചതിക്കുഴിയിൽ ആദാമും ഹവ്വയും വീഴുകയാണ്. അവരത് പറിച്ചു തിന്ന എന്താ? ദൈവത്തെ പോലെയാകുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേര് ബോബി തോമസ്, ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മകനാണ്, എൻ്റെ സഹോദരങ്ങളുടെ സഹോദരനാണ്, എൻ്റെ ഭാര്യ മിനിയുടെ ഭർത്താവാണ്, എൻ്റെ മക്കൾ റോസിൻ്റെയും സാറയുടെയും എൽസൻ്റെയും പിതാവാണ് ഞാൻ, എൻ്റെ ബന്ധുക്കളുടെ ബന്ധുവാണ് ഞാൻ, എൻ്റെ മേലധികാരിയുടെ കീഴുദ്യോഗസ്ഥനാണ് ഞാൻ, എൻ്റെ സഹപ്രവർത്തകരുടെ സഹപ്രവർത്തകനാണ് ഞാൻ, എൻ്റെ സ്നേഹിതരുടെ സ്നേഹിതനാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിത്വത്തിൽ ഈ എല്ലാ ഭാവങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിനോടെല്ലാം ആ നീതി പുലർത്തിയേ പറ്റൂ. ഇതുപോലെ ദൈവം സ്നേഹധനനാണ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നീതിമാനുമാണ്. എന്താണ് നീതി? വാട്ട് ഈസ് റൈറ്റിയസ്നെസ്? ഡൂയിങ്, സ്പീക്കിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ഫോർ വാട്ട് ഈസ് റൈറ്റ്. ഏതാണോ ശരി അത് പ്രവർത്തിക്കുക, അത് സംസാരിക്കുക, അതിനുവേണ്ടിയുള്ള നിലപാടെടുക്കുക. അതാണ് നീതി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റൈറ്റ്. ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്, സ്പീക്കിംഗ്, സ്റ്റാൻഡിങ് ഫോർ വാട്ട് ഈസ് റൈറ്റ്. പരിണിത ഫലങ്ങളെ നോക്കാതെ അതിനുവേണ്ടി നിൽക്കുക എന്നുള്ളതാണ് റൈറ്റിയസ്നെസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ആഴമായ സ്നേഹത്തിൽ ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ദുഃഖമുണ്ട്, പിതാവെന്നുള്ള നിലയിൽ. അപ്പോൾ തന്നെ നീതിമാൻ എന്നുള്ള തൻ്റെ ആ ക്വാളിറ്റിയോട് ഒരു തരത്തിലും ദൈവത്തിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ദൈവം അത് കോംപ്രമൈസ് ചെയ്താൽ പിന്നെ ആരാണ് നീതി നിർവഹണം നടത്തുക? പിന്നെ ആരാണ് ലോകത്തിൽ പ്രപഞ്ചത്തിൽ നീതിമാനായിട്ടുള്ളത്? ദൈവം സ്നേഹധനനാണ്, ദൈവം ആർദ്രവാനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. ഇതെല്ലാം ദൈവം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ കുറ്റത്തിന്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ള ദൈവത്തിൻ്റെ നീതിക്ക് അവിടെ കോംപ്രമൈസ് ഇല്ല. കാരണം ദൈവമാണ്. ഹി കനോട്ട് സിംപ്ലി ഡു ദാറ്റ്. ഇവിടെ അതുകൊണ്ട് മനുഷ്യരുടെ തേജസ്, അവരെ ദൈവത്തിനെ പോലെ വെളിച്ചം ധരിച്ചിരുന്ന പ്രഭാധനരായിരുന്ന മനുഷ്യൻ അവരുടെ പ്രഭ നഷ്ടപ്പെട്ട്
അപ്പോഴാണ് അവരുടെ ഷേപ്പ് ശരിക്കും അവർ മനസ്സിലാകുന്നത്. നട്ടുച്ചയ്ക്ക് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ പ്രഭയിൽ സൂര്യനൊന്നും നോക്കാനായിട്ട് നമുക്ക് കഴിയില്ല. നോക്കിയാൽ തന്നെ കണ്ണ് മഞ്ഞളിച്ചു പോകും. ഒരു നിമിഷത്തേക്ക് നമ്മൾ അന്ധരെ പോലെ ആയിപ്പോവും. നമ്മൾ മഞ്ഞളിച്ചു പോകും, നാടൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ ഈ പ്രഭ നഷ്ടപ്പെട്ട് ചക്രവാള സീമയിൽ മറയാൻ പോകുന്ന, അല്ലെങ്കിൽ ചക്രവാളത്തിൽ നിന്ന് കയറി മാത്രം വരുന്ന പ്രഭാതത്തിലെ ഉദയസൂര്യനെയോ പ്രഭാത സൂര്യനെയോ അല്ലെങ്കിൽ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സൂര്യനെയോ കാണുമ്പോൾ ഇത് ഇതിൻ്റെ ഷേപ്പ് വട്ടത്തിലാണ്, റൗണ്ടാണ്, ഒരു ഗ്ലോബാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രഭ മങ്ങുമ്പോൾ ആ ഷേപ്പ് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ തങ്ങൾ നഗ്നരാണ്, തങ്ങളിൽ നിന്നുള്ള ജീവൻ്റെ തേജസ് തങ്ങളെ വിട്ടുപോയി, ഇനി ഇവഞ്ച്വലി കാലാന്തരെ നിത്യമരണത്തിലേക്ക് അവർ ഓരോ നിമിഷവും നടക്കുകയാണ്. ഇവിടെയാണ് മരണം അവർക്ക് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നത്. പാപത്തിന് ശമ്പളമാകുന്ന മരണം. പക്ഷേ ഇനി ഈ അവസ്ഥയിൽ ഇവർ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്നാൽ ഇവർ അമർത്യരായി തുടരാനിടയുണ്ട്. അങ്ങനെ അതിന് കാരണമായി തീരും. അതുകൊണ്ട് ഇതിനു മുമ്പ് എനിക്കിവരെ വീണ്ടെടുക്കണം. ദൈവത്തിൻ്റെ നീതി ഇവരെ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും പറയുന്നു, ദൈവത്തിൻ്റെ ആർദ്രതയും പറയുന്നു. ഐ നീഡ് ടു റിഡീം ദം. എനിക്ക് അവരെ വീണ്ടെടുക്കണം. അതുവരെ നിങ്ങൾ പുറത്തേക്ക് മാറി നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും അബദ്ധങ്ങളിൽ ചെന്നപ്പെട്ട് നിങ്ങൾ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് രക്ഷയുടെ പ്രവൃത്തി തികച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ജനിക്കുന്ന തലമുറകളെയും ഏതെനിൽ വിട്ടിരുന്നുവെങ്കിൽ ഇവരാരെങ്കിലുമൊക്കെ ചെന്ന് ഇത് പറിച്ചു തിന്ന് നിത്യനാശത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അവർ നിത്യമായി ഇങ്ങനെ ഇരുന്നു പോകും. അതുകൊണ്ട് അവരതിനു മുമ്പേ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം തൽക്കാലത്തേക്ക് അവരെ പുറത്തേക്ക് മാറ്റി നിർത്തി തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായിട്ട് കെരൂബിനെ അതിൻ്റെ എൻട്രൻസിൽ നിർത്തി എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിത്തരം പറഞ്ഞു വന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ആഴമായിട്ടൊന്ന് ഗ്രഹിക്കാൻ സമയം കിട്ടാറില്ല. അത് ഒന്ന് ചിന്തിക്കാൻ ഇടയാകട്ടെ, താല്പര്യമുള്ളവർക്ക് അനുഗ്രഹമാകുമല്ലോ എന്ന് വിചാരിച്ച് ദൈവം പ്രേരണ തന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിയാൽ അത് വലിയും, തിരിച്ചു വിട്ടാൽ പഴയ ഷേപ്പിലേക്ക് വരും. എന്നാൽ ഈ റബ്ബർ ബാൻഡ് ഒരു തീയിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് വലിച്ചാൽ ഇത് ഒട്ടും വലിയില്ല, അല്ലെങ്കിൽ അല്പം വലിഞ്ഞ് പിന്നെ അത് പൊട്ടി അങ്ങ് തിരിച്ചൊരിക്കലും മടങ്ങി വരാത്ത പോലെ വലിഞ്ഞു പോകുന്ന അനുഭവം പിന്നെ തിരിച്ചു വരികയില്ല. റബ്ബറിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അതിനെ പ്ലാസ്റ്റിക് എന്നുള്ള സ്റ്റേറ്റിലേക്ക് തിരിച്ചൊരിക്കലും വരാൻ കഴിയാതെ വണ്ണം ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് അത് മടങ്ങിപ്പോകും, അത് രൂപാന്തരപ്പെടും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ മരണം ആകുന്ന വാതിൽ എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് മടങ്ങി വരാനുള്ള അവസരമാണ്. മരണം ഒന്നിൻ്റെ അവസാനം. ആത്മഹത്യ ചെയ്യുന്നവർ അവർ അറിവുകൾ കൊണ്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിലേക്ക് പല സമയത്ത് പലർ കയറി വരുന്നു. ഒരു വാതിലിൽ കൂടെ, എൻട്രൻസിൽ കൂടെ കയറി വരികയാണ്. ജനനമാകുന്ന വാതിൽ കൂടെ കയറി വരികയാണ് ഈ പ്രപഞ്ചത്തിലേക്ക്. നാം പല സമയത്ത് കയറി വരുന്നു, പല സമയത്ത് ഇറങ്ങിപ്പോകുന്നു. ഇതിനിടയ്ക്ക് പലരുമായിട്ട് നമ്മൾ ഇടപഴകുന്നു, സംസാരിക്കുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നീട് നാം വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അനന്തമായ ഈ ലോകത്തിലേക്കാണ്. എന്നതുപോലെ ജീവിതം ആകുന്ന ഈ സമയത്തിൻ്റെ ആ ഒരു ക്ലിപ്തതയിലേക്ക്, ലിമിറ്റിലേക്ക് ജനനമാകുന്ന വാതിൽ കൂടെ നാം കയറി വന്ന് മരണമാകുന്ന വാതിൽ കൂടെ നിത്യതയിലേക്ക് നാം മടങ്ങിപ്പോകുകയാണ്. അപ്പോൾ ഈ നിത്യമായ മരണത്തിൽ കൂടെ നിത്യതയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് നിത്യനരകാഗ്നിയാകുന്ന നിത്യമരണത്തിൽ വീഴാതെ നിത്യരാജ്യത്തിൽ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ, ദൈവരാജ്യത്തെ കണ്ട് അതിൻ്റെ അംശിയായി, അതിൻ്റെ ഭാഗമായി തീരുവാൻ, ദൈവത്തോട് കൂടെ വസിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെയാണ് അപ്പോൾ ഇവർ ചെയ്ത പ്രവൃത്തി നമ്മളിപ്പോൾ എന്നെ പറയുന്നത് ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൽ നിന്നും, ദൈവമാണ് ഉടയവൻ എന്നുള്ള കർത്താവ്, ഹീ ഈസ് ദ ലോർഡ് ആൻഡ് ദ മാസ്റ്റർ, ഉടയവനായ ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൽ നിന്നും ആദാമും ഹവ്വയും പുറത്തു വന്നു. ദൈവത്തിന് സമനാകാൻ താല്പര്യപ്പെടുന്നതോടുകൂടി അത് തന്നെയാണ് സാത്താൻ ചെയ്ത തെറ്റ്. അവൻ ചെയ്ത അതേ തെറ്റ്
മനുഷ്യരെ കൊണ്ട് ചെയ്തുകൊണ്ട് ഒരു 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 ഇൻഡയറക്റ്റ് റിവെഞ്ച് അവനെടുക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ എന്നോട് ഒരാൾക്ക് ദേഷ്യം തോന്നി എന്നോട് ചിലപ്പോൾ വന്ന് നേരിട്ട് ഇടപഴകാൻ വഴക്ക് പറയാനോ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യാം? എൻ്റെ മക്കളെ ശല്യം ചെയ്യാം. അങ്ങനെ ഒരു എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു 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 ക്രൂവൽ സന്തോഷം, ഒരു ക്രൂരമായ ആനന്ദം നിർവൃതി പോകാനായിട്ട് ശ്രമിക്കുന്നത് പോലെ അതാണ് സത്യത്തിൽ സാത്താൻ ഇവിടെ ശ്രമിക്കുന്നത്. അവനോടൊപ്പം നിത്യാഗ്നിയിലേക്ക് നമ്മെയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമ്മെ വലിച്ചഴിക്കാമെന്ന് നോക്കുകയാണ്. ഇവിടെയാണ് അപ്പോൾ കർത്താവിൻ്റെ കൃപ പറയുകയാണ്. അടുത്തത് നമുക്കറിയാം, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ കാലത്തിൻ്റെ തികവിൽ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യൻ, അതായത് ആദ്യത്തെ ആദാം പാപസ്വഭാവമുള്ളവനായി തീർന്നു, പാപിയായിത്തീരുന്നു, നിത്യ മരണത്തിൻ്റെ ആ വക്രത്തിലേക്ക് അവൻ ഉള്ള യാത്രയിലാണ്. ഇവിടെയാണ് നമ്മൾ റോമാലേഖനത്തിലൊക്കെ വായിക്കുന്നത്, ലേഖനങ്ങൾ വായിക്കുന്നത്, ഒടുവിലത്തെ ആദാമായിട്ട് ഈ ആദാമിൻ്റെ വംശ പാരമ്പര്യത്തിലല്ലാതെ എന്നാൽ മനുഷ്യനാകേണ്ടതിന് എന്താണ് അവൻ്റെ DNA-യിൽ നിന്ന്, അവൻ്റെ ക്രോമോസോംസ് ഇല്ലാതെ വചനം ജഡമായി, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വചനം ജഡരൂപമെടുത്ത് ആ വചനം മാംസമായി സ്ത്രീയുടെ ഉദരത്തെ കടമെടുത്ത്, മറിയയുടെ ഉദരത്തെ കടമെടുത്തുകൊണ്ട് എന്താണ് മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. പക്ഷേ അവൻ വേറൊരു ശ്രേണിയിൽപ്പെട്ടവനാണ് യേശു ക്രിസ്തു. ഹീ ഈസ് നോട്ട് ഫ്രം ദി ജോണർ ഓഫ് ആഡം, ബട്ട് ഹീ ഈസ് ഫ്രം എ ഡിഫറെൻറ്റ് ജോണർ. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് മനുഷ്യ സാദൃശ്യത്തിലും മനുഷ്യ സ്വരൂപത്തിലും സമ്പൂർണ്ണ മനുഷ്യനായി അവൻ ഇവിടെ മനുഷ്യനായി ജനിച്ച് വളർന്ന് അവൻ മനുഷ്യനായി കഷ്ടം സഹിച്ചു. ഇവിടെ ആണ്, അതായത് കർത്താവിനോട് നാം ചെന്ന് കർത്താവെ സോറി എന്ന് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ്. ഇവിടെയാണ് റോമാലേഖനത്തിൻ്റെ പൗലോസ് പറഞ്ഞു വരുന്ന 10-ാം അധ്യായത്തിൽ, റോമർ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എന്താണ്? യേശുവിനെ, അതിന് 9-10 വാക്യങ്ങൾ, യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ടും വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളിയിരിക്കുന്നുവല്ലോ. അതിൽ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രവചന ഭാഗത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പൗലോസ് എഴുതുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് 2 ആസ്പെക്ട്സ് ആണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുക, പിന്നെ ദൈവം അവനെ മരിച്ചു എന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തത് യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നാം ആദ്യം പറഞ്ഞു ആദമും ഹവയും ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൽ നിന്നും ദേ കെയിം ഔട്ട് ഓഫ് ദി ലോർഡ്ഷിപ്പ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൽ നിന്ന് അവർ പുറത്തു വന്നു, അവന് സമനാകാനുള്ള വ്യാമോഹം ഉണ്ടായി. എന്നാൽ മത്സരിച്ച് ദൈവത്തിൻ്റെ കർത്തൃത്വം പുറത്തു വരികയായിരുന്നു അവരിന്നും തുടരുകയാണ്, മനുഷ്യജാതി ഇന്നും തുടരുകയാണ്. ഇവിടെയാണ് യേശുവിനെ കർത്താവ് എന്ന് നാം ഏറ്റുപറയുന്നതിൽ കൂടെ ആ ദൈവിക കർത്തൃത്വത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. എനിക്ക് ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയും തെറ്റാണ് ചെയ്തത്, എന്നാൽ ഇന്ന് ഞാൻ അതിൽ ഖേദിക്കുന്നു, അത് തെറ്റായിപ്പോയി എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഞാൻ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് കർത്താവേ, ദൈവമേ, നീയാണ് എൻ്റെ കർത്താവ്, യു ആർ മൈ മാസ്റ്റർ ആൻഡ് യു ആർ ദ ലോർഡ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ സകലത്തിൻ്റെയും സർവസ്വവും കർത്താവും ഉടയവനും നീ മാത്രമാണ് എന്നേറ്റു പറഞ്ഞുകൊണ്ട് നാം ദൈവഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇതാണ് നിക്കോദെമസിനോട് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ എന്താണ് ദൈവരാജ്യം കാണുകയില്ല എന്ന്. ദൈവിക കർത്തൃത്വത്തിലേക്ക് നാം മടങ്ങി വന്ന് പേഴ്സണലി, വ്യക്തിപരമാണത് നാം ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവഭവനത്തിലേക്ക് നാം വീണ്ടും ജനിക്കുകയാണ്. ഇനി 2-ാമത്തെ ഭാഗം എന്താണ്? ദൈവം അവനെ, ആരെ? കർത്താവിനെ, യേശുവിനെ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതെന്തിനാണ്?
ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഒരു വണ്ടിയാണുള്ളത്, ഒരു മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ഒരു 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 സാധാരണ ഒരു വണ്ടിയാണെന്നിരിക്കട്ടെ. അത് ചെന്ന് ഒരു റോൾസ് റോയ്സ് കാറിനെയോ ഒരു ബെന്റ്ലിയോ അല്ലെങ്കിൽ ഒരു ബുഗാട്ടിയോ ഒക്കെ ഇടിച്ചു, വല്ലാത്തൊരു ഡാമേജ് ഉണ്ടായി. എനിക്ക് അതിനുള്ള ചെറിയൊരു വണ്ടിയൊക്കെ മേടിച്ചു എന്നല്ലാതെ എനിക്ക് ഈ വണ്ടികളൊക്കെ നന്നാക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. ഞാനിനി എന്ത് ചെയ്യും എന്ന് വരണ്ട നിൽക്കുമ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന അതിൻ്റെ ഉടയവൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, സോറി സാറേ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ വന്ന് പോയി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഓക്കെ, സമ്മതിച്ചു, നിനക്കതിൽ കുറ്റബോധമാണ്, ഞാൻ ക്ഷമിച്ചു, ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഇവിടെ ഡാമേജ് സംഭവിച്ചിരിക്കുകയാണ്, അതെന്ത് ചെയ്യും നമ്മൾ? യു ആർ മെയ്ഡ് എ ഡാമേജ് ടു മീ. എൻ്റെ സമ്പത്തിനും എൻ്റെ ആസ്തിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭരണത്തിലെ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നീ ഒരു ഡാമേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. വാട്ട് അബൌട്ട് ദാറ്റ്? എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്ത കടം. അപ്പോൾ അവിടെയാണ് ഈ ഇൻഷുറൻസ് കമ്പനി രംഗപ്രവേശനം ചെയ്യുന്നത്, നമുക്കറിയാം അല്ലേ? എന്ന് പറയുന്നത് പോലെ കൃത്യമായിട്ട് അതുപോലെയല്ല. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത്, ഏകദേശം അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ചെറിയൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. നമുക്കൊരിക്കലും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത, ഒരിക്കലും തിരികെ പിടിക്കാൻ കഴിയാത്ത, ഒരു തരത്തിലും എത്ര ആയുസ്സുകൊണ്ടും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് ലഭിക്കേണ്ട ആത്മരക്ഷ, ഒരാത്മാവിൻ്റെ വില സകല ലോകത്തെക്കാളും വിലയേറിയതെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ് നമുക്കറിയാം. അങ്ങനെയുള്ള നമ്മൾ പുറത്തിറങ്ങി വന്ന ദൈവത്തിൻ്റെ രാജ്യത്തോട് നാം കാണിച്ചിരിക്കുന്ന ഡിസ്റെസ്പെക്റ്റ്, നാം അവനോട് മത്സരിച്ച് നാം പുറത്തിറങ്ങി വന്ന ആ ഡാമേജിന് പാപത്തിന് ശമ്പളം മരണമത്രേ. അല്ലെങ്കിൽ പിശാചിനെയും എന്ത് ചെയ്യണമായിരുന്നു? പിശാചിനെയും ദൈവം തിരിച്ച് സ്വർഗത്തിൽ കൊണ്ടുവരണമായിരുന്നു. ഇവിടെയാണ് നമുക്ക് തീർക്കാൻ പറ്റാത്ത മറുവില ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് ക്രൂശിൽ ഏകനാൽ പാപം വന്നു മരണം വാണുവെങ്കിൽ അതുപോലെ തന്നെ ഏകനാൽ ഒടുവിലത്തെ ആദാമായ യേശു ക്രിസ്തുവിൽ കൂടെ സകല മനുഷ്യർക്കും നിത്യജീവനെ ദൈവം നൽകുകയാണ്. ദൈവത്തിൻ്റെ നീതി മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് കൃപയും ദൈവത്തിന് സ്നേഹവും ആർദ്രതയും എന്താണ്? മനുഷ്യനെ തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഉപാധി ദൈവം തന്നെ കൊണ്ടുവരികയാണ്. ഇവിടെ നാം വിശ്വസിക്കുക, യെസ്, അവൻ്റെ ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷയില്ലല്ലോ. ഇപ്പം ഈ മനുഷ്യൻ്റെ വണ്ടിക്ക് ഇടിച്ചെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കും, പിന്നെ ഞാനും കഷ്ടപ്പെട്ട് എവിടെന്നെങ്കിലും നാട് നീളെ ബക്കറ്റ് പിരിവ് നടത്തിയോ അല്ലെങ്കിൽ സ്വന്തക്കാരിൽ നിന്ന് പിരിച്ചോ പെരയും പറമ്പും വിറ്റോ ഞാനിത് പിന്നെ തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ദ ഡാമേജ് ഷുഡ് ബി റിപ്പയർഡ് ആൻഡ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു തെറ്റിന് രണ്ട് ശിക്ഷയില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതിൻ്റെ ഗൗരവം ഇവിടെയാണ്. അതുകൊണ്ട് ദൈവം അവനെ മരിച്ചു, എനിക്ക് വേണ്ടി മറുവിലയായി തീർന്നു. ഹി ഹാസ് പെയ്ഡ് ഇറ്റ് ഓഫ് ഇൻ ഫുൾ. സകലവും നിവൃത്തിയായി തൻ്റെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു എന്നാണ് ക്രൂശിൽ അവസാന ശ്വാസം വലിച്ചു വിടുമ്പോൾ യേശു ക്രിസ്തു പ്രസ്താവിച്ചത്. എന്താണ്? എന്നിൽ നിക്ഷിപ്തമായിരുന്ന മാനവജാതിയുടെ വീണ്ടെടുപ്പ് നിവൃത്തിയായി, ഇറ്റ് ഈസ് ഡൺ, പെയ്ഡ് ഓഫ് ഇൻ ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് താൻ തൻ്റെ ദൗത്യം, മനുഷ്യൻ എന്നുള്ള ദൗത്യം അവസാനിപ്പിച്ച് താൻ പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നത് നിത്യതയിലേക്കാണ്. ഇനി അവൻ്റെ മേൽ മരണത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞതുപോലെ അവനിൽ വിശ്വസിക്കുന്നവൻ, അവൻ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നതിൽ കൂടെ ഞാനും നിത്യജീവങ്കിലേക്ക് റീകണക്റ്റഡായി വരികയാണ്. ഇവിടെയാണ് നാം വീണ്ടും ജനിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ 1970 മുതൽ നമ്മുടെ കേരളത്തിലൊരു നിയമം കൊണ്ടുവന്നു, എല്ലാ ജനനങ്ങളും മരണങ്ങളും റെക്കോർഡഡ് ആയിരിക്കണം, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എനിക്ക് 68 ജനിച്ച എനിക്ക് അത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് രേഖ ഉണ്ടാക്കാനും നടന്നത് എത്ര ബുദ്ധിമുട്ടിയാണെന്നുള്ളത് എൻ്റെ അമ്മച്ചിക്ക് അറിയാവും. കാരണം അങ്ങനത്തെ നിയമമില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ജനനത്തിൻ്റെ ഒരു പുതുതായി ജനിക്കുന്ന ദൈവഭവനത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പുതുതായി ജനിക്കുന്ന ദൈവ പൈതലായി തീരുവാൻ ഇടയായ
ഒരു മനുഷ്യൻ്റെ പേര് ദൈവത്തിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. യെസ്, ഹി ഹാസ് കം ബാക്ക് ടു ദി ലോർഡ്ഷിപ്പ് ആൻഡ് ഇൻ ടു ദി കിങ്ഡം ഓഫ് ഹെവൻ. കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിലേക്ക് ജീവൻ പ്രാപിച്ചവനായി, നിത്യജീവന്റെ അവകാശിയായി ഇതാ ഒരുവൻ വീണ്ടും ജനിച്ച് മടങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് എന്താണ്? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് 20-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. വെളിപ്പാട് 20-ാം വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു നിക്കോദേമസിനോട് പറഞ്ഞ നമ്മുടെ ആദ്യം വായിച്ച വാക്യത്തിൽ എന്താണ്? നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനിക്കുവാൻ കഴിയില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയില്ല, അവകാശമൊക്കെ വല്ലൊന്നും കാണുവാൻ പോലും കഴിയുകയില്ല. നിക്കോദേമോസേ, നിനക്കറിയാം, അറിവുണ്ട്, നിനക്ക് ജ്ഞാനമുണ്ട്, നിനക്ക് ബോധ്യമുണ്ടെന്ന് നീ പ്രതിനിധാനം ചെയ്യുന്ന സെൻഹത്തിനും സംഘത്തിനും അറിയാമെങ്കിലും ആ അറിവ് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കില്ല. അറിവ് രക്ഷയിലേക്ക് നയിച്ചിരുന്നെങ്കിൽ ആദ്യം ദൈവരാജ്യം നിത്യരാജ്യം അവകാശമാക്കേണ്ടവന് പിശാചുമാന സന്നാഹവുമായിരുന്നു. നമ്മളെക്കാൾ ഒക്കെ എത്രയോ അധികം ഈ വചനം ശരിക്കും അരച്ച് കലക്കി കുടിക്കുന്നത് പോലെ ഈ വചനത്തെ, ഇതിൻ്റെ എല്ലാ പൊരുളുകളും മനസ്സിലാക്കിയിരിക്കുന്നവനാണ് പിശാച്. ഏതെന്നിലുണ്ടായിരുന്ന പിശാച് അവൻ അതിനു മുമ്പേ ഉണ്ടായിരുന്നവനെ നമുക്കറിയാം. അവൻ ഇന്നും ഈ സഹസ്രാബ്ദം കഴിഞ്ഞിട്ട് അവൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ എത്രയാണ്. അവൻ കർത്താവിൻ്റെ അടുത്ത് ചെന്നില്ലേ വചനവുമായിട്ട്, കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് വചനവും കൊണ്ട് അവൻ ചെന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെല്ലാം വളരെ എൻ്റെ മുടിനാരയുടെ കീറി ഗ്രഹിച്ചിരിക്കുന്നവനാണ് സാത്താൻ. പക്ഷേ അവൻ ഇന്നും മത്സരിയായിട്ട് നിൽക്കുകയാണ്. അവന് മത്സരിയാണ്, അവൻ അപവാദിയാണ്, അവൻ നമ്മെ തെറ്റിക്കുന്നവനാണ്. അപ്പോൾ അറിവ് കൊണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഐ നോ ഇറ്റ് വെരി വെൽ. പിന്നെ ഇന്ന് തുടങ്ങി നമുക്ക് ഇതൊക്കെ ഞങ്ങളെന്നും ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ സഭകളിലും ഞങ്ങളുടെ കൂട്ടങ്ങളിലും എല്ലാം ഞങ്ങൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. ബട്ട് അറിവ് കൊണ്ട് നിക്കോദേമോസേ, നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ പോലും കഴിയില്ല, പ്രവേശിക്കുന്ന പോലും കാണാൻ പോലും കഴിയില്ല. പക്ഷേ യു നീഡ് ടു ബി ബോൺ അഗെയിൻ. ഇത് ജീവിതത്തിൻ്റെ അനുഭവമായി തീരണം. അറിവല്ല, ജീവിതത്തിന് അനുഭവമായി തീരണം. അങ്ങനെയെങ്കിൽ മാന്യ ശ്രോതാവേ, താങ്കളുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലും താങ്കൾ എന്നെങ്കിലും യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? പിതാവേ, എൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റ് വന്നുപോയി. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ അപൂർവ പിതാവായ മാതാവും ഹൗവയും ആദാവും ചെയ്ത ആ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനതിലേക്ക് മടങ്ങി വരികയാണ്. നിൻ്റെ കർത്തൃത്വത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഒരിക്കലും നിനക്ക് സമനാകാൻ എനിക്ക് കഴിയുകയില്ല. ഒരു മത്സരിയായി തുടരുവാൻ സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിൽ അവനോടുകൂടെ നടന്ന് അവൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനായി നടന്ന് നശിച്ചു പോകുവാൻ പിതാവേ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. നീയാണ് എൻ്റെ കർത്താവ്. യു ആർ മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ ഗാഡ്. അതുകൊണ്ടാണ് യേശുവേ, നീ രക്ഷകനായി ദൈവം വെച്ചിരിക്കുന്ന എന്താണ് ഞാൻ ജീവൻ്റെ വാതിലാകുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എബ്രായ ലേഖനത്തിൽ പറയുന്നു, യേശുവോ തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ. പഴയ നിയമത്തിൽ ആലയത്തിൽ കൃപാസനത്തോട് അടുത്ത് വരും, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്ന കൃപാസനത്തോട് അടുത്ത് വരുവാൻ സാധാരണ ഒരു മനുഷ്യനും പറ്റില്ലായിരുന്നു. മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരു ദിവസം 2 തവണ, ആദ്യം തൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു കാളയെ യാഗം ചെയ്തു അതിൻ്റെ രക്തവുമായി, രണ്ടാമത് ജനത്തിന് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അർപ്പിച്ച ഒരു ആടിനെ യാഗമാക്കി അതിൻ്റെ രക്തമെടുത്ത് ആ രക്തവും കൊണ്ട് മാത്രമേ, മറുവിലയായ രക്തവും കൊണ്ട് മാത്രമേ കൃപാസനത്തോടടുത്ത് എല്ലാം കഴിയുമായിരുന്നു. എന്നാൽ ജാതികളായിരുന്നവർക്ക് ഈ ആലയത്തിൽ അതിവിശുദ്ധ സ്ഥലം, കൃപാസനം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലം അല്ല, അതിനു വെളിയിലുള്ള വിശുദ്ധ സ്ഥലവുമല്ല, അതിനു വെളിയിലുള്ള കോർട്ടിയാട്, മുറ്റം അല്ലെങ്കിൽ പ്രാകാരം, അതിലും കടക്കാൻ കഴിയാതെ അതിലേക്കുള്ള ആ പ്രാകാരത്തിലേക്കുള്ള കവാടത്തിനാണ് ദ വേ, വഴി എന്ന് പഴയ നിയമ ഹിബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് അവിടെ അതിന് വെളിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു വിജാതീയനായ ഇസ്രായേൽ ജനത്തിൽ പെടാത്ത ഒരുത്തിന് യാഗമൃഗവുമായി കൊണ്ടുവന്ന് അതിലേക്ക് കയറിപ്പോകുന്ന ആരോടെങ്കിലും പറയും, പ്ലീസ് ഇതൊന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം, ഈ ആടിനെയോ ഈ കാളയെയോ, ഈ യാഗപുസ്തകനൊന്ന് ഏൽപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു യാഗം കഴിക്കാൻ പറയണം. ഇതൊക്കെ വിശ്വസിച്ചിട്ട് പോലും അറിഞ്ഞവൻ പോലും ജാതികളായിരുന്ന ഒരുത്തന് ഈ യുദ്ധവെയിൽ കൂടെ പ്രാകാരത്തിലേക്ക് പോലും മുറ്റത്തേക്ക് പോലും പ്രവേശനമില്ലായിരുന്നു. ആ സ്ഥാനത്താണ് യഹൂദന്മാരവന് തള്ളിക്കളഞ്ഞപ്പോൾ അവരുടെ വാതിലുകളെ തൽക്കാലത്തേക്ക് അടച്ചു വെച്ചിട്ട് കർത്താവ് ഒരു പുതിയ കൗണ്ടർ ഓപ്പൺ ചെയ്യുകയാണ്, ഒരു പുതിയ കവാടം ഓപ്പൺ ചെയ്യുക. അതെങ്ങനെയാണ്? ആലയത്തിലെ തിരശ്ശീലയല്ല, യേശുവോ തൻ്റെ ദേഹം എന്ന തിരശ്ശീലേക്ക് ചിന്തിക്കൊണ്ട് ക്രൂശിൽ താൻ തകർക്കപ്പെട്ടുകൊണ്ട് അതിൽ കൂടെ കൃപാസനത്തിലേക്ക് ഡയറക്റ്റ് ആക്സസ് ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്, പിതാവിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ആ കൃപാസനത്തിലേക്ക് മാനുഷിക കൽപ്പനയായ മാനുഷിക നിർമ്മിതിയായ ആലയങ്ങളിലേക്കല്ല, സ്വർഗത്തിലെ ദേവാലയത്തിൽ ദൈവം ഇരിക്കുന്ന സാക്ഷാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ കൃപയുടെ ആ സിംഹാസനത്തിലേക്ക് യേശുവിൽ കൂടെ ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. ഇറ്റ്സ് ഫോർ എ ലിമിറ്റഡ് പീരീഡ്. ഈ ദിവസങ്ങളൊന്നും അതിൻ്റെ കാലം തീരാൻ പോവുകയാണ്. ലക്ഷണങ്ങൾ കർത്താവ് പറഞ്ഞു, അതെല്ലാം സമ്പൂർണ്ണമായി ഇങ്ങനെ ഓരോന്നായിട്ട് നിവൃത്തിയുടെ പൂർത്തീകരണത്തിൽ ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ടിക്ക് 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 ഇട്ടിങ്ങനെ ഒരുമാതിരി എല്ലാ ലക്ഷണങ്ങളും ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെ ഏത് നിമിഷത്തിലും അത് സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണം ഒരു കള്ളനെ പോലെ നമ്മളോട് പറയാതെ ഏത് സമയം കടന്നു വരാം. നമ്മൾ അറിയുന്ന അറിവുകൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മളെ കർത്താവിലേക്ക് നയിക്കുകയില്ല. പാരമ്പര്യങ്ങൾ കർത്താവിലേക്ക് നയിക്കുമായിരുന്നെങ്കിൽ, അതായിരുന്നു രക്ഷയുടെ വഴിയെങ്കിൽ, ദൈവം തന്നെ തൻ്റെ സ്വന്തം വിരലുകൊണ്ട് കൽപ്പനയിൽ മോശയ്ക്ക് 2 പ്രാവശ്യം എഴുതി കൊടുത്ത കൽപ്പനകൾ ഉണ്ടായിരുന്ന പാരമ്പര്യം പറയാനുണ്ടായിരുന്ന ഇസ്രായേൽ ജനവും യഹൂദ ജാതിയും, അവർക്ക് യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ രക്ഷയിലേക്ക് കടന്നു വരാൻ അവർക്ക് വേറെ ഉപാധി ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അതുകൊണ്ടാണ് കർമ്മങ്ങളിൽ കൂടെ, കർമ്മകാണ്ഡങ്ങളിൽ കൂടെ, ജന്മാന്തരങ്ങളിൽ കൂടെ ഒന്നും നമുക്ക് ദൈവത്തിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. ജീവന്റെ ഉറവയായ ക്രിസ്തുവിൽ വന്നിട്ട് നാം സമൃദ്ധിയായി ജീവൻ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇതിനെ തള്ളിക്കളഞ്ഞാൽ ഉള്ള കാര്യം നിക്കോദെമൂസിനോട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങൾ വായിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായം, യോഹന്നാന്റെ 3-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? അതിൻ്റെ 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തെ, യേശുവിനെ വിശ്വസിക്കുക. നമ്മൾ കൊച്ചുകുട്ടി ജനിച്ച് 6-7 ദിവസം കൊണ്ടുവന്ന് മാമോദീസ മുക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. രക്ഷയുടെ നിദാനം എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്നത് എന്നുള്ളത്. അവർക്ക് തൽക്കാലം സ്നാനപ്പെട്ടിട്ട് പിന്നെ അവൻ വിശ്വസിച്ചോളൂ. അതിന് പകരം ഒരു തലതൊട്ടപ്പനും തലതൊട്ടമ്മയും തൽക്കാലം പേരേൽപ്പിക്കാനായിട്ട് വിശ്വസിച്ചു എന്ന് പറയാം. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാണ്. ദൈവവചനത്തിൽ ഇതിനൊന്നിനും അടിസ്ഥാനങ്ങളില്ല പ്രിയ സഹോദരങ്ങളെ. ഉണ്ടെങ്കിൽ എൻ്റെ ബഹറിൻ്റെ നമ്പർ 0097339770065, ബോബി തോമസ്. ഈ നമ്പറിലൊന്ന് വിളിച്ചെന്നെ ഒന്ന് കാണിച്ചു തരണം. ദൈവവചനത്തിൽ എന്താണ്? വിശ്വസിച്ചിട്ട് വേണം നാം രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം. തിരിച്ചറിവില്ലാതെ ഒരു കൊച്ചുകുട്ടിയെ അതുപോലും അറിയാതെ അത് കരയുകയായിരിക്കും, അതിൽ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ. എന്നിട്ട് സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. അതല്ല, ഇവിടെ കർത്താവ് വെച്ചിരിക്കുന്ന പ്രമാണം നാം ഇവിടെ മനസ്സിലാക്കുന്നത്, നാം വെള്ളത്താലാത്മാവിനാൽ ജനിക്കുക എന്നുള്ളതാണ്. നാം അതിനേക്കാൾ ഉപരി എന്താണ്? തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുവാൻ തിരിച്ചറിവും പ്രാപ്തിയുള്ളവർ വേണം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക. അറിവില്ലായ്മയുടെ കാലങ്ങൾ ദൈവം കണക്കിടുന്നില്ല. അതിനു മുമ്പ് കുഞ്ഞ് മരിച്ചു പോയാൽ അവരെ ദൈവം നോക്കിക്കൊള്ളും. അടുത്ത സെക്കൻഡിൽ അവർ കർത്താവിൻ്റെ സന്നിധിയിലാണ്. അറിവില്ലായ്മയുടെ കാര്യങ്ങൾ ദൈവം തിരിച്ചറിയുന്നില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കാത്തവന്, സ്നാനപ്പെടാത്തവനെന്നല്ല, സ്നാനം വേണ്ടെന്നല്ല ഇവിടെ പറയുന്നത്, അടുത്ത കാര്യം, അത് മറ്റൊരു ദിവസം സംസാരിക്കാം. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതന പുത്രനിലെ നാമത്തിൽ വിശ്വസിക്കായ നിമിത്തം ന്യായവിധി വന്നു കഴിഞ്ഞു.
ഈ ന്യായവിധി എന്ന് പറഞ്ഞാൽ ഇനി എന്താ? അതിനെ സുന്ദരമായിട്ട് യേശുക്രിസ്തു ഡിഫൈൻ ചെയ്ത് നിർവചിക്കുന്നുണ്ട്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ആരാണ് വെളിച്ചം? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. ജീവന്റെ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അനുവാദം കൊടുത്തുവെന്നല്ല, അധികാരം കൊടുത്തുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ അവനെ കൈക്കൊള്ളുക, അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യാശ. 1-ാമത്തെ യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അതിൽ പണ്ഡിത പാമര ഭേദമില്ല, അതിൽ സംസ്കാരമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന ഒരു 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 കാട്ടുജാതിക്കാരനെന്നില്ല. അവൻ്റെ അറിവില്ലായ്മയുടെ കാലത്തെ അവൻ്റെ മനസ്സാക്ഷി കൊണ്ട് ദൈവം വിധിക്കുന്നു, റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ അറിവ് ലഭിച്ചവൻ, ഈ സുവിശേഷത്തെ സദ്വാർത്ത അറിഞ്ഞവൻ, വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ദർശനവും ദൂതും പ്രാപിച്ചവൻ, ഇപ്പോൾ നിങ്ങളത് പ്രാപിച്ചിരിക്കുകയാണ്. എന്താണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയ പൈതലെ, പ്രിയ മാതാവേ, പിതാവേ, ഈ ദൈവത്തിൻ്റെ കർത്തൃത്വത്തിലേക്ക് നമ്മുടെ അറിവിൻ്റെ ചീർക്കുന്ന അനുഭവങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അറിഞ്ഞത് രക്ഷയായി തീരേണ്ടതിന് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ദയവായി ഇന്നുവരെ നിങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ അവൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട്, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ രക്ഷകൻ, എനിക്ക് വേണ്ടി നീ മറുവിലയായി തീർന്നു, അതുകൊണ്ട് ഇനി പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യമരണം ഇതിന് എൻ്റെ മേൽ അവകാശമില്ല. ആ കർത്താവെ, നീ എൻ്റെ രക്ഷിതാവായി, കർത്താവായി എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ നിൻ്റെ ആലയമാക്കി തീർക്കണമേ, എന്നിൽ നീ വന്ന് വാഴണമേ, എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, അധീശത്വം നീ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മറുവിലയായി തീർന്നത് കൊണ്ട് ഇനി ഞാൻ മരിക്കയില്ല. ഞാനും ജീവൻ്റെ പുതുക്കത്തിൽ, ഞാൻ മനുഷ്യകുമാരി ശരീരമായി ഇങ്ങനെ എൻ്റെ ജഡം മരിച്ചാലും ഞാൻ നിത്യതയിൽ കർത്താവിൻ്റെ വരവിങ്കൽ ഞാനും എൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ കൂടെ ദൈവരാജ്യത്തിൽ നിന്നോട് കൂടെ നിത്യകാലം നിത്യജീവൻ്റെ നിറവിൽ വസിക്കുവാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം. ദൈവം സന്നിധിയിൽ വളരെ ആഴമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും ദൈവസഭകളിൽ വേണ്ട രീതിയിൽ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളില്ല. പ്രസംഗങ്ങൾ ഒരുപാട് തിങ്ങി നിൽക്കുകയാണ് നമ്മുടെ സഭകളിൽ, നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ ആലയങ്ങളിൽ. ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ആത്യന്തികമായ നിത്യജീവനിലേക്ക് നമ്മെ എത്തിക്കുന്ന വെളിപ്പാടുകളെക്കുറിച്ചുള്ള വളരെ ലളിതമായ ഈ ഒരു സദ്വാർത്ത, ഇതാണ് സത്യസുവിശേഷം. ഇതിലേക്ക് നമ്മെ ആരും എത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ വസ്തുതയാണ് എന്ന് പറയാതെ വയ്യ. അതിൽ നിന്ന് നമ്മളെ ശ്രദ്ധയിലിരിക്കുന്ന, ഈ വചനം ഘോഷിക്കുവാൻ അനുവദിക്കാതിരിക്കുന്ന പൈശാചികമായ ആ തന്ത്രത്തെ അവൻ ഏതിൽ നോക്കിയത് അവനോടുകൂടെ നിത്യനാശത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് ഈ ആദി മനുഷ്യനെയും ആദി സ്ത്രീയെയും വലിച്ചടച്ചു കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അവൻ ഇന്നും രാത്രിയില്ലാതെ പകലില്ലാതെ പല പരിശ്രമങ്ങൾ അവൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നാമ വലയിൽ വീഴരുത്, നാമ മോഹം കൊണ്ടിരുന്ന വ്യാമോഹങ്ങളിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നുവെന്ന് നമ്മൾ വായിച്ചതുപോലെ, യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പാപങ്ങളെ വിട്ടുകളഞ്ഞ്, നമ്മുടെ ജീവിതത്തിനെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ നിക്കോദീമോസിനെ പോലെ പ്രായം ഇതിനൊരു ഒരു തടസ്സമല്ല. നമ്മുടെ അറിവും നമ്മുടെ സ്ഥാനങ്ങളോ മാനങ്ങളോ പ്രസക്തമല്ല. ഗംഭീരനായിരുന്ന ഒരു വലിയ വാഗ്മിയായിരുന്ന, പണ്ഡിതനായിരുന്ന, ധനാഢ്യനായിരുന്ന, മാന്യനായിരുന്ന, സമൂഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്ന, അധികാരപത്രവുമായിട്ട് ദമാസ്കസിലേക്ക് പോയ പൗലോസ് ശ്ലീഹ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ
എല്ലാം ചപ്പും ചവറും നേടിക്കൊണ്ട് നിത്യജീവൻ്റെ പിമ്പിലുള്ളത് തള്ളി പരമവിളിയുടെ ആ നിത്യജീവൻ്റെ ലാക്കിലേക്ക് പിടിക്കാമോ എന്ന് വെച്ച് ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ് എന്ന് പൗലോസ്ലീഹയുടെ പരാമർശം നമുക്കറിയാം. നമുക്കും അതേ പാത പിന്തുടരുക. നമുക്ക് മുമ്പേ പോയിരിക്കുന്ന അനേക വിശുദ്ധന്മാർ, ശ്രേഷ്ഠന്മാരായ ദൈവവചനത്തിൽ കാണുന്ന അനേക അപ്പോസ്തലന്മാർ, അനേക സുവിശേഷ അനേക ഭക്തന്മാരുടെ വലിയ ശൃംഖല തന്നെ, ഒരു വലിയ ശ്രേണി നമുക്ക് കാണാൻ ചരിത്രത്തിൽ കാണുന്നുണ്ട്. നമുക്ക് പാരമ്പര്യങ്ങൾ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുകയില്ല. ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുകയില്ല. നമ്മുടെ മത സമൂഹങ്ങൾ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുകയില്ല. ആത്മീയതയില്ലാതെ കേവലാചാരാനുഷ്ഠാനങ്ങളല്ല, മതാനുസാരങ്ങളല്ല, ആത്മീയതയിൽ മാത്രം ഉടലെടുക്കുന്ന, ആത്മീയതയിൽ നിന്ന് ഉയർന്നു വരുന്ന ആത്മാസമർപ്പണത്തിലേക്കും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട്, അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആകാശത്തെ ഭൂമിയെ സാക്ഷിയായി അന്തിമനായ വിധിയിൽ വിളിക്കുമ്പോൾ അന്ന് ഈ ഒക്കെ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം സാക്ഷിയായി തീരും. പ്രപഞ്ചത്തിൽ നിന്നും ഈ ശബ്ദബീജികളെ ദൈവം സാക്ഷിയായിട്ട് റീപ്ലേ ചെയ്യും. ഇന്ന് നിങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ ദൈവം അന്തിമനായ വിധിയുടെ മുമ്പിൽ, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ഇതേ ശരീരം മൺമറഞ്ഞു പോയാലും അതിനെ തിരിച്ചുയർത്തെഴുന്നേൽപ്പിച്ച് ദേഹം, ദേഹി, ആത്മാവിനെ ഒരുമിച്ച് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ ശബ്ദബീജികളെ മുമ്പിൽ കേൾപ്പിച്ചുകൊണ്ട് ഇതിന് നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങളിതാ പ്രപഞ്ചം സാക്ഷി, ഇതിനെ റീപ്ലേ ചെയ്തുകൊണ്ട് യെസ് നീയാണ് കർത്താവെന്ന് അന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സമയം കഴിഞ്ഞു പോകും. നാം ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് നിത്യനഗ്നിയിലേക്ക് തള്ളിക്കളയുക. അതിനിടെ വരാതെ വേണം. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, പ്രിയ പൈതലെ, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന ദൈവം പ്രസാദിക്കുന്ന സുപ്രസാദകാലം. ദിസ് ഈസ് ദ ഏജ് ഓഫ് ഗ്രേസ്. ഈ കൃപയുടെ കാലത്ത് ദൈവസന്നിധിയിലേക്ക് നാം ദൈവവുമായിട്ട് കടന്നു വന്ന് നിരപ്പിനെ പ്രാപിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളിൽ മറ്റു ചില ചിന്തകളുമായിട്ട് നിങ്ങളെ സമീപിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുവരെയും ദൈവമേ അവരെ അനുഗ്രഹിക്കട്ടെ. നിത്യരാജ്യത്തിൽ നമുക്ക് അംശങ്ങളായി തീരാം. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരിന് എഴുതിയെന്നുള്ളത് ഉറപ്പാക്കാം. നമുക്ക് ഒരു നിമിഷം താമസിപ്പിക്കാതെ കർത്താവിൽ നിന്നെ ഞാൻ രക്ഷിതാവും എൻ്റെ കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിന്റെ കർത്തൃത്വത്തിലേക്ക് മടങ്ങി വരികയാണ്. നീ എനിക്ക് വേണ്ടി മറുവിലയായി ക്രൂശിൽ മരിച്ചതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം എൻ്റെ ജീവിതത്തിന് ഇനിയെ മരണത്തിൻ്റെ മേൽ അവകാശമില്ല. നിത്യമരണത്തിൽ നിത്യാഗ്നിയിൽ നിന്നും എന്നെ നീ വീണ്ടെടുത്ത ആ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ. നിൻ്റെ മകനായി ജീവിപ്പാൻ എനിക്ക് കൃപ തരണം. പരിശുദ്ധാത്മാവിന് തുണ നിൽക്കണം. എന്നെ അതിന് ശക്തീകരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ആഴമായി ഉറക്കെ ഈ പ്രപഞ്ച സൃഷ്ടികൾ കേൾക്കുവാൻ ഇടയാകുമാറ് നമുക്ക് കൺഫസ് ചെയ്യാം. ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമത്തിന് നന്ദി. നിങ്ങൾക്കും നന്ദി. താങ്ക് യു.